ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. മക്കളെ, നാം ഇതുവരെയായി ഭഗവത്ഗീതയിലെ 12 അധ്യായങ്ങളാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ഈശ്വരനെക്കുറിച്ചും ഈശ്വരസ്വരൂപത്തെക്കുറിച്ചും എന്താണ് ഭക്തി, എന്താണ് ഈശ്വര അനുഗ്രഹം, ഇവയെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിച്ചു. മാത്രമല്ല, അതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് കർമ്മം, എന്താണ് കർമ്മയോഗം, ഇവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നാം കണ്ടു. പിന്നെ മനസ്സിനെ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തേണ്ടത്, ആ വിഷയത്തെ സംബന്ധിച്ച് ധ്യാനയോഗം എന്ന അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ, അതായത് 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും നമ്മൾ ഭക്തിയുടെ വലിയൊരു ഭാവമാണ് കണ്ടത്. അതായത് അനന്യഭക്തി. നമ്മുടെ വിരാട്, അതായത് വിശ്വരൂപ ദർശനത്തിലൂടെ ദൈവത്തിന്, ഈശ്വരനെ, ഭഗവാനെ കണ്ടത്, അർജുനൻ കണ്ടതും അർജുനൻ പേടിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഭക്തിയോഗത്തിൽ നമ്മൾ 3 തരം ഭക്തികളെ പറഞ്ഞു. കർമ്മരൂപത്തിലുള്ള ഭക്തി, ഉപാസനാരൂപത്തിലുള്ള ഭക്തി, ജ്ഞാനരൂപത്തിലുള്ള ഭക്തി. ആ ജ്ഞാനരൂപത്തിലുള്ള ഭക്തിയാണ് അനന്യഭക്തി. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ, ഇന്നത്തെ 13-ാമത്തെ അധ്യായത്തിൽ ഈ ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുക, അതിന് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ ഭക്തി വരുന്നത്. ഇപ്പം ഈശ്വരനാണ് എല്ലാത്തിനും കാരണമെന്ന് അറിഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈശ്വരനോട് ഭക്തി വന്നു. ഇനി അതെങ്ങനെയാണ് ആ ഒരു അറിവ് പിന്നെയും കൂടുതലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ വരുന്ന അധ്യായങ്ങളിലൊക്കെ. അപ്പം നമുക്ക് ഞാനും ഈശ്വരനും ഒന്നാന്നൊക്കെ പറഞ്ഞു, അത് വേഗം നമുക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങോട്ട് മനസ്സിലായാൽ മതി പോരല്ലോ. എന്തുകൊണ്ടാണ് ഈശ്വരനും ഞാനും ഒന്നാണെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയാണ് ഈ അധ്യായത്തിൽ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം, എന്താ സംഭവിക്കുക, നമുക്ക് ആ ഒരു ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്കറിയണ്ടേ. അപ്പം നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൻ്റെ പേരെന്താണെന്നറിയോ? വളരെ രസകരമായൊരു പേരാണ്, ക്ഷേത്രജ്ഞ യോഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേര് മുമ്പ്? ഇതിൽ 2 വാക്കുണ്ട്. എന്താണ്? പുതിയ 2 വാക്ക്. ക്ഷേത്രം ഒന്ന്, ക്ഷേത്രജ്ഞൻ. ക്ഷേത്രം എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതായത് അമ്പലത്തിനാണ് ക്ഷേത്രം എന്ന് പറയണത്. അല്ലെങ്കിൽ അമ്പലത്തിന് പറയുന്ന പേരാണ് ക്ഷേത്രം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരർത്ഥം അമ്പലമാണ്. അത് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾക്കറിയാത്ത ഈ വേദാന്തത്തിലൊക്കെ പറയുന്ന ഒരർത്ഥവും കൂടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ആ ക്ഷേത്രത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശരീരം. നമ്മുടെ ശരീരം എല്ലാം
അതിനാണ് ക്ഷേത്രം എന്ന് പറയണത്. ശരീരത്തിനാണ് ക്ഷേത്രം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രജ്ഞൻ ആരാണ്? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ക്ഷേത്രത്തെ അറിയുന്നവൻ, ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള അറിവുള്ളവൻ. അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ ആരാണ് നല്ലപോലെ അറിയുന്നത് അവനാണ് ക്ഷേത്രജ്ഞൻ. നമുക്കൊക്കെ ഉണ്ട് ശരീരം, അല്ലേ? ഇപ്പം ഈ ഞാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയില്ലേ ഞാൻ എൻ്റെ ശരീരം. എൻ്റെ കയ്യ് മുറിഞ്ഞു, എൻ്റെ കാലിന് പരിക്കേറ്റു, എൻ്റെ മുഖത്ത് ഇതുപോലെ ഉണ്ടായി, അങ്ങനെ പലതും. എൻ്റെ മുഖം, എൻ്റെ കാല്, എൻ്റെ കയ്യ്, എൻ്റെ വായ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശരീരമാണ്. അപ്പം എൻ്റെന്ന് പറയുന്നത് കൊണ്ട് ഇത് നിങ്ങളുടെ ശരീരമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ ശരീരം, നിങ്ങളാണോ ശരീരം? എൻ്റെ ശരീരം എന്ന് പറഞ്ഞത് ഞാനാണോ? അല്ല, വേറെ ഒന്നാണോ? സംശയമുണ്ടോ? അപ്പോൾ വേഗം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നായ, എൻ്റെ പ്രിയപ്പെട്ട നായ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നായ ഞാനാണോ? അല്ല, നായ വേറെയാണോ? നായ വേറെയാണ്. അപ്പോൾ എൻ്റേതെന്ന് പറയണ എല്ലാം വേറെയാണ്. ഞാൻ എൻ്റേത് എന്ന് പറയുന്നതിൽ നിന്ന് വേറെയാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഈ ശരീരം നമ്മളൊക്കെ കാണുന്നുണ്ടല്ലേ? എത്ര വണ്ണമുണ്ട്, എന്താണ് നരം, എത്ര ഹൈറ്റ് ഉണ്ട്, ഒക്കെ അറിയാം. ഷർട്ടിൻ്റെ സൈസ് എത്രയാണ്, അതെല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല, എല്ലാവർക്കും വ്യത്യാസമാണ്. എന്നാൽ ഇതെല്ലാം അറിയണ ആരാണ്? ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ, ഈ ശരീരത്തെക്കുറിച്ച് അറിയണ ആ ജീവനെയാണ്, എന്നെയാണ്, അതായത് ജീവൻ എന്ന് പറയാം നമുക്ക്. ജീവനെയാണ് ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ വലിയ ലോകം, ഈ ലോകം മുഴുവൻ അപ്പം ഈശ്വരൻ്റെ ശരീരമാണ്. നമ്മളതല്ലേ കണ്ടത്? വിശ്വരൂപം കാണണമെന്ന് പറയുമ്പോൾ എന്താണ്? വലിയ രൂപം. അപ്പം ആ വിശ്വരൂപം, അപ്പം ആ വിശ്വരൂപത്തിൻ്റെ ക്ഷേത്രജ്ഞൻ ആരാണ്? ഭഗവാൻ, ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ എങ്ങനത്തെ ഈശ്വരനാണ്? ആ ഈശ്വരന് ചൈതന്യമാണ് ആ ഈശ്വരൻ. അപ്പം നമ്മൾ ഈ കാണുന്ന ദേഹത്തിന് ചൈതന്യമുണ്ടോ? ദേഹത്തിന് ഉള്ള ചൈതന്യം ഈശ്വരൻ കൊടുക്കുന്ന ചൈതന്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ദേഹം ഉണ്ടാകുന്നതും നശിച്ചു പോകുന്നതുമാണ്. അതിന് സ്വന്തമായിട്ട് ചൈതന്യമില്ല. അതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഭഗവാൻ കൃഷ്ണ അർജുനനോട് പറയുന്നത്, ഈ ദേഹം മാത്രമേ മരിക്കുന്നുള്ളൂ, വേറെ ആരും മരിക്കുന്നില്ല. മരണമില്ലാത്തതാണ് നമ്മളൊക്കെ, അതായത് ആത്മാവ്. അതിൻ്റെ തന്നെ വേറൊരു വിധത്തിൽ നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. ഇപ്പം ദേഹത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്ന്, ഈ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ക്ഷേത്രജ്ഞൻ. അതേ സമയത്ത് ഈ ക്ഷേത്രജ്ഞൻ്റെ സഹായം ഇല്ലാതെ ഈ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മുടെ മനസ്സിനും
ദേഹത്തിനൊക്കെ ശക്തി തരുന്നത് ആ ഉള്ളിലിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ, ഈ ക്ഷേത്രത്തിനെ അറിയുന്ന ആ ഈശ്വര തത്വം അതാണ്. അപ്പം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. ഈ അമ്പലം തന്നെ, ഈ അമ്പലത്തിൽ എന്തൊക്കെയുണ്ട്? പുറത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയുണ്ട്, അകത്ത് പ്രദക്ഷിണം വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ഈശ്വരനെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അകത്ത് അല്ലേ, ഉള്ളിൻ്റെ അകത്ത്. അപ്പം അവിടെ അങ്ങനെ ഒരു ഈശ്വരനെ പ്രതിഷ്ഠിച്ചില്ല. ഒരു സ്ഥലത്ത് ഒരു അമ്പലമാണത് എന്ന് പറയൂ. പക്ഷേ അവിടെ ചെല്ലുമ്പം ഈശ്വരൻ അവിടെ ഇല്ല, ഈശ്വരൻ്റെ പ്രതിഷ്ഠയൊന്നുമില്ല. അപ്പോൾ വെറും സ്ഥലം മാത്രമാണത് അല്ലേ. അപ്പോൾ അതിന് ആ ചൈതന്യമൊന്നുമില്ല. അതിന് ഈശ്വരൻ ആ ക്ഷേത്രമാണ് എന്നുള്ള അതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാവും, അല്ലാതൊന്നും അവിടെ ഇല്ല. കാരണം എന്താ? അവിടെ ഈശ്വരനില്ല. ഈശ്വരനില്ലാത്ത ആ ഒരു സ്ഥലത്തെ നമ്മൾ അമ്പലമെന്നോ ക്ഷേത്രമെന്നോ പറയൂല്ല. അതുപോലെ ക്ഷേത്രം എന്ന് പറയണമെങ്കിൽ ഈശ്വരൻ വസിക്കുന്ന ആ ശരീരത്തിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഈ പുറത്ത് വസിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മളിലും ഉള്ളത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഈ വാസസ്ഥലത്തിൽ നിൽക്കുന്ന ചൈതന്യമാണ് പരമാത്മാവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഈ പരമാത്മാവ്, എൻ്റെ ഈ ദേഹം ചൈതന്യമുള്ള ഈശ്വരൻ്റെ ദേഹമാണ്. അപ്പം അത് ഞാൻ കണ്ടമാനം ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ ഉപയോഗിക്കണം? വൃത്തിയായി അടുക്കോടെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതൊക്കെയാണ്, അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? അതൊക്കെയാണ് ഈ ക്ഷേത്രജ്ഞ യോഗം എന്ന് പറഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, നിനക്ക് 2 കാര്യം ശരിയായിട്ട് മനസ്സിലാക്കണം. എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ? ഇതിനെക്കുറിച്ച് നിനക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് അറിവ്. അപ്പം അവിടെ എന്താണ് ക്ഷേത്രം എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്തിനെ കൊണ്ടൊക്കെയാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്? അതൊന്നും നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പഞ്ചഭൂതങ്ങളെ കൊണ്ടും അങ്ങനെ പലതും കൊണ്ടാണ് നമ്മുടെ ഈ ദേഹവും മനസ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ദേഷ്യം അതൊക്കെ വരുന്ന മനസ്സൊക്കെ ക്ഷേത്രം തന്നെയാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെയാണ് വൃത്തിയാക്കി സൂക്ഷിക്കുക? യാതൊന്നിലും അഹങ്കാരം ഇല്ലാതെ, യാതൊന്നിലും ഒരു ഡംഭ കാണിക്കാതെ, ഒരാളെയും നമ്മൾ താഴ്ത്തി പറയാതെ, അസൂയയില്ലാതെ, സ്നേഹത്തോടെ ആരെയും ഉപദ്രവിക്കാതിരിക്കുമ്പോഴൊക്കെ ആ ഉള്ളിലുള്ള ആ ശരീരം നല്ല ശുദ്ധിയാകും. പുറത്തെ ശരീരം ശുദ്ധിയാക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലേ. ദിവസവും കുളിക്കണം, നമ്മുടെ തുണി മാറ്റണം, വൃത്തിയായിട്ട് വേണം വെക്കേണ്ടത്. പിന്നെ മനസ്സിൽ നമ്മൾ ജപിക്കണം. അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ മനസ്സിനെ വൃത്തിയാക്കിയിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാകുക? എല്ലാവരിലും ഉള്ള ഈശ്വരൻ, എൻ്റെ ഈശ്വരൻ, എന്നിലുള്ള ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പം ഞാനും മറ്റുള്ളവരുമായിട്ടൊരു വ്യത്യാസമില്ല, ഞാനും ഈശ്വരനുമായിട്ടും ഒരു വ്യത്യാസമില്ല. അപ്പം എല്ലാത്തിലും ഒരേ ഭാവം കാണും. അപ്പം എന്ത് രസമായിരിക്കുമല്ലേ? അപ്പോൾ ആരോടും ദേഷ്യം പിടിക്കാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഭാവം വന്നാൽ തന്നെ നമ്മുടെ ജീവിതം സുഖമായില്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഗുണം. പിന്നെ പറയും,
ഈ ഞാൻ തന്നെയാണ് എല്ലാ എല്ലാ സ്ഥലത്തും കുറേ കൈകളോടെ, കുറേ കാലുകളോടെ, കുറേ കണ്ണ്, കുറേ വായ, ഇതെല്ലാം ആയിട്ട് ഇരിക്കുന്ന ആ സർവവ്യാപിയായിട്ടുള്ള ആ വിശ്വരൂപിയായിട്ടുള്ള ഞാൻ തന്നെ, ഞാനാണ് ക്ഷേത്രജ്ഞൻ. പിന്നെ എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശം കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെ കുറേ ഭംഗിയുള്ള കുറേ ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങൾ വലുതാകുമ്പം കുറേശ്ശെയായിട്ട് ക്രമേണ മനസ്സിലാകും. എന്തായാലും ക്ഷേത്രം എന്താണ്, ഈ ക്ഷേത്രജ്ഞൻ ആരാണ്, ഇങ്ങനെ നമുക്ക് കുറച്ചറിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് ഞാനും ഈശ്വരനും വേറെയാന്നുള്ള വ്യത്യാസം ഉണ്ടാകില്ല, ഒന്നായിത്തീരും. അതിന് തന്നെയാണ് ഇപ്പം മോക്ഷം എന്ന് പറയണത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ 13-ാമത്തെ അധ്യായം, അതായത് ക്ഷേത്രജ്ഞ യോഗം എന്ന് പറഞ്ഞ അധ്യായം അവസാനിക്കുന്നത്. ഇനി ഇതുപോലെ നല്ല വേറൊരു രസമുള്ളൊരു അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.